വാണിയംകുളം ചന്തയിലാണ്. രാവിലെ തന്നെ സജീവമായ വാണിയംകുളം ചന്ത അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾക്ക് വില പറയുന്നത് 16 രൂപയാണ് വില ചോദിക്കുന്നത്. ഏകദേശം ഒരു 12 രൂപ ലെവലിലൊക്കെ കിട്ടും, 10 രൂപ ലെവലിലൊക്കെ കിട്ടും. 16 രൂപയാണ് ഈ കുട്ടികൾക്ക് ചോദിക്കുന്നത്. വില കൂടുതലാണോ കുറവാണോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് അടിക്കുക. ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഉള്ളത്. ഈ ആഴ്ച നല്ല സൂപ്പർ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ളത് കുറച്ച് വലിയ കുട്ടികളാണ്. ഏകദേശം 30 രൂപൻ്റെ മുകളിൽ 34 ആ ലെവലിലുള്ള വിലയിലൊക്കെയാണ് ഈ പോത്തുകുട്ടികൾ ചോദിക്കുന്നത്. 40 രൂപൻ്റെ ഉള്ളിൽ ഏകദേശം വില കുറഞ്ഞു കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. വില ചന്തയിൽ പറയുന്ന വിലയല്ല, കിട്ടുന്ന വില വേറെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഈ ആഴ്ചയിലും വാണിയംകുളം ചന്തയിലുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് വലിയ കൊമ്പുകളുണ്ട്. പക്ഷെ നല്ല ഫ്രെയിം കുട്ടികൾ, സൂപ്പർ ക്വാളിറ്റിയുള്ള കുട്ടികൾ ചന്തയിൽ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടല്ലേ, ഇത് ചെറിയൊരു കൊമ്പല്ലേ ഈ കുട്ടി, കണ്ണിൻ്റെ കുറച്ച് പീളുള്ള കുട്ടി. കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് ഉള്ളത്. കുറച്ച് യാത്രാ ക്ഷീണം. പക്ഷെ നല്ല ഫ്രെയിം, ഇതൊക്കെ നല്ല ഫ്രെയിം കുട്ടി, ചെറിയ കൊമ്പ്, നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് കുട്ടികളിൽ പെട്ട നല്ല സൂപ്പറായുള്ള അടിപൊളി കുട്ടികളാണ്. ചന്തയില് ഇതുപോലുള്ള കുട്ടികൾ വരുന്നുണ്ട്, നല്ല സൂപ്പർ കുട്ടികൾ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, അത് മൊത്തം എടുത്തിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്ന പല ഭാഗത്തും, കണ്ണൂർ ഭാഗത്തുള്ള മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന ചന്തയാണ് വാണിയംകുളം ചന്ത. അതുപോലെ ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ കുട്ടികൾ, നല്ല ഫ്രെയിം കുട്ടികളാണ് ഈ ആഴ്ച വന്നിട്ടുള്ളത്. നല്ല നല്ല സൂപ്പർ കുട്ടികൾ. രാവിലെ കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഫ്രെയിം കുട്ടികളെ. അപ്പോൾ ആർക്ക് വാങ്ങാൻ ആവശ്യമുള്ള ആളുകൾ പെരുമ്പിലാവ് വാണിയംകുളം ചന്തയിൽ വരിക. നല്ല അടിപൊളി ഫ്രെയിം കുട്ടികൾ, നല്ല സൂപ്പർ കുട്ടികൾ വരുന്നുണ്ട്. വലിയ വലിയ കുട്ടികൾ, കുറച്ച് വലിയ കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതുണ്ട്. ഇത് സൂപ്പർ കുട്ടികളാണ്. അല്ല, അതിൻ്റെ ഹെഡ് കണ്ടോ, സൂപ്പർ നല്ല അടിപൊളി കുട്ടികളെ ഈ ആഴ്ച പെരുമ്പിലാവ്, വീണ്ടും പെരുമ്പിലാവ് എന്നാണ് പറയുന്നത്, വാണിയംകുളം ചന്തയിൽ വന്നിട്ടുണ്ട്. ഏകദേശം പെരുമ്പിലാവ് ചന്തയിലേക്കാളും കൂടുതൽ വാണിയംകുളം ചന്തയിലാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അല്ല, ഇത് പിന്നെ ചെറിയ മൂരിക്കുട്ടികൾ, ആ വിഭാഗം പശുക്കുട്ടികൾ, അതൊക്കെ വേറൊരു സൈഡിൽ അതും ഈ ആഴ്ച ഉണ്ട്. കൂടുതൽ പോത്തിൻ കുട്ടികളാണ് ഉള്ളത്. ഇതൊക്കെ നല്ല അടിപൊളി കുട്ടികൾ. അതേപോലെ ഫ്രഷ് കുട്ടികളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂരിക്കുട്ടികളും പശുക്കുട്ടികൾ, അതേപോലെ കാളക്കുട്ടികളൊക്കെ കാണുമ്പോൾ നല്ല ഫ്രഷ് കുട്ടികളായിട്ടാണ് തോന്നാറുള്ളത്. പോത്തിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷീണന്മാര് തോന്നലുണ്ടായിരുന്നു, യാത്രാ ക്ഷീണം ബാക്കിയുള്ള. മറ്റേതൊക്കെ അടുത്തു നിന്നുള്ള കുട്ടികളാണ് അധികം. മൂരിക്കുട്ടികൾ, കാളക്കുട്ടികൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തോന്നലുണ്ട്. ഇതൊക്കെ വിറ്റിട്ടുള്ളതാണ് കേട്ടോ, ഈ വിറ്റിട്ടുള്ള പോത്താണ് ഇതൊക്കെ വിറ്റ് പോയതാണ്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല നല്ല അടിപൊളി കുട്ടികളാണ്. ഇതൊക്കെ പുറത്തുള്ള ജില്ലകളിലേക്കാണ് വിറ്റിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, നല്ല കുഴപ്പമില്ലാത്ത കുട്ടികൾ. കാളക്കുട്ടികൾ അധികം നല്ലോണം കൂടുതലുണ്ട്. പക്ഷേ ഈ വടക്കൻ കാളകൾ അധികം കുറവാണ് വാണിയംകുളം ചന്തയിൽ കാണാറുള്ളത്. ഇപ്പോൾ മൂരിക്കുട്ടികൾ, അതുപോലെ കാളക്കുട്ടികൾ, ഗീർ ഇനത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവലുണ്ട്. ഈ ആഴ്ചയിലെ കുട്ടികളുടെ ഒരു നിര ഇതാണ്. ഈ ഒരു ടൈപ്പിലുള്ള കുട്ടികളാണ് വാണിയംകുളം ചന്തയിൽ പ്രാവശ്യം വന്നിട്ടുള്ളത്. വാണിയംകുളം ചന്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുകുട്ടികൾ കാണുന്ന ഒരു പ്രദേശമാണല്ലോ. ഒരു ചന്തയാണ്, മാർക്കറ്റാണുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാനുള്ളവർ എല്ലാ ആഴ്ചയും ഇതുപോലെ നല്ല കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഉച്ച ടൈം ആകുമ്പോഴത്തേന് വിറ്റ് പോകാറുണ്ട്. പെട്ടെന്ന് വിറ്റ് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളും ഒക്കെ പല ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വാങ്ങാൻ വരാറുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ക്വാളിറ്റിയുള്ള കാളക്കുട്ടികളെ, മൂരിക്കുട്ടികളെ. ഫ്രഷ് കുട്ടികളായിട്ട് തോന്നാറുണ്ട്. ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറുകുട്ടികളുടെ ഒരു ചാകര തന്നെയാണ് ഈ ആഴ്ച വാണിയംകുളത്ത് കണ്ടിട്ടുള്ളത്. നല്ല നല്ല പശുക്കുട്ടികളെ ഈ ആഴ്ച ഉണ്ട്. പശുക്കുട്ടികളുണ്ട് ഇതിൽ. അതേപോലെ കാളക്കുട്ടികളും മൂരിക്കുട്ടികളൊക്കെ ഉണ്ട്. കണ്ണ് നല്ല അടിപൊളി കുട്ടികളാണ്. എല്ലാ ആഴ്ചയിലും
ചെറിയ കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ടും ഒരു കുട്ടികൾ അതുപോലെ കാളക്കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വരാറുണ്ട്. പിന്നെ ഈ ചന്ത കാണാനും കുറെ ആളുകൾ വരാറുണ്ട്. ഉണ്ടോ? അതൊക്കെ ഇപ്പൊ എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കുട്ടികള്, വിറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അല്ലേ. ആ കുട്ടിയെ കണ്ടോണ്, അതിന്റെ കണ്ണൊക്കെ കണ്ടോണ്, സൂപ്പർ അല്ലേ?